പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. പ്രാർത്ഥന. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പ്രാർത്ഥന അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ സഭയിൽ, കത്തോലിക്ക സഭയിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒന്നാമത്തെ വ്യക്തി ക്രൂശിതൻ, രണ്ടാമത്തെ വ്യക്തി പരിശുദ്ധ അമ്മ മാതാവ്. അപ്പോൾ അമ്മയിലൂടെയാണ് ഈശോമിശിഹ ജനനം പ്രാപിച്ചത് എന്ന കാര്യം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മളെന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ഈശോമിശിഹ അമ്മയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനേക്കാളുപരി സ്വർഗീയ പിതാവ് അമ്മയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം സ്വർഗീയ പിതാവിന്റെ പ്രിയ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ മാതാവ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് വില കൊടുക്കേണ്ടതുണ്ട്. അമ്മയ്ക്ക് നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കും. കാരണം രക്ഷകന്റെ അമ്മ നമ്മുടെയും അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് അവസാനമായിട്ട് തരുന്നൊരു സന്ദേശം, പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ഇതാ നിന്റെ അമ്മ. യോഹന്നാനായ സഭയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായ യോഹന്നാൻ ശ്ലീഹയ്ക്ക് ഈശോ സ്വർഗത്തിലേക്ക് സംഗ്രഹിക്കപ്പെടുമ്പോൾ തരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. ഇതാ നിന്റെ അമ്മ. അപ്പോൾ നമുക്ക് എല്ലാവർക്കുമാണ് ഈശോ അമ്മയെ തന്നിട്ട് സ്വർഗത്തിലേക്ക് പോയത്. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ മാതാവിനുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്താണെന്നും എങ്ങനെയാണെന്നും അത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും ഭവനാന്തരീക്ഷത്തിലും ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ വരുമെന്നും എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേര് ഇമ്മാനുവൽ, കോട്ടയത്ത് നിന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ലോകരാജ്യങ്ങളുടെ ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം അതിശക്തമായിട്ട് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കളിലേക്കും വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണ കവചം നിങ്ങളുടെ ഭവനത്തിലും കുഞ്ഞുങ്ങളിലും അതുപോലെ ജോലി സ്ഥാപനങ്ങളിലൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പ്രധാനമായിട്ടും ഒന്ന്, അമ്മയോടുള്ള ഭക്തി. കാരണം എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് പരിശുദ്ധ അമ്മ മാതാവ്, എന്താണ് ഈശോയുടെ ലക്ഷ്യം, ഈശോയുടെ അവതാര പ്രവൃത്തിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നും ഒന്നും ഒരുപാട് വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സാധാരണ എല്ലാവരും പോലെ പിന്നീട് ഈശോയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, പരിശുദ്ധ അമ്മയെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഒരുപാട് പ്രയോറിറ്റി, പ്രാധാന്യമൊക്കെ ഉണ്ടെന്ന്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ,
നമ്മുടെ കുടുംബത്തിലെ പൈശാചിക ബന്ധനത്തെ നിർവീര്യം ചെയ്യാനുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന. അത് വലിയൊരു അനുഗ്രഹത്തിലേക്കുള്ള വലിയൊരു വാതിലാണ്. അപ്പോൾ നമുക്ക് ഈ ശുശ്രൂഷ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ശ്രമിക്കണം. അപ്പോൾ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രധാന സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനും സാധിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് വരും ഈ ശുശ്രൂഷ. ദൈവത്തിന്റെ വലിയൊരു കൃപ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ചും നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ അമ്മയെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങളും എല്ലാവരും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു കൃപ നമ്മളിലേക്ക് വന്നു ചേരും. നമുക്ക് നമ്മുടെ അമ്മ മാതാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയോട് ചേർന്നിരുന്ന് ഒന്ന് നിങ്ങളുടെ അധരം കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അമ്മയെ ഒന്ന് സ്വന്തം അമ്മയെ കാണുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ബ്രദറോട് പ്രാർത്ഥിക്കാൻ നിങ്ങളും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന അറിയാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ലോകരാജ്യങ്ങളിലെ എല്ലാ ദൈവമക്കൾക്കുമുള്ള പ്രാർത്ഥനയാണ്. മേബി ചില പ്രാർത്ഥനകൾ അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇന്ന് ഭൂമിയിലുണ്ട്. അത് നിങ്ങൾക്ക് പല വ്യക്തികൾക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ബ്രദർ പല ശുശ്രൂഷ മേഖലകളിലും പല പ്രാർത്ഥനകളും അറിയാത്ത ആളുകളുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പോലും അറിയാത്ത ആളുകൾ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബ്രദറിന്റെ വാട്സപ്പ് നമ്പർ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് ഒരു മെസ്സേജ് ഇടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതായിരിക്കും. വചന സന്ദേശമൊക്കെ ഈ പ്രാർത്ഥനാലയത്തിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും മറിയത്തെ സ്വന്തം അമ്മയെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തിയുടെ വലിയൊരു അരുവി നമ്മളിൽ നിന്ന് ഭവനത്തിൽ നിന്ന് വിട്ടുമാറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പിശാചിന്റെ തല തല്ലി തകർക്കാനുള്ള അധികാരം പരിശുദ്ധ അമ്മമാതാവിന് സ്വർഗം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അതിൽ പ്രധാന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന. അമ്മയ്ക്ക് നമ്മൾ ബഹുമാനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പരിശുദ്ധ അമ്മമാതാവിന്റെ ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഒരു 33 തവണ എല്ലാ ദിവസവും നിയോഗം വെച്ച് ഒന്ന് ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കുക. നിയോഗം സാധിച്ചാൽ മാതാവെ അങ്ങയെ മഹത്വപ്പെടുത്തിക്കോളും, ഈശോയെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തിക്കോളും, നമ്മൾ കർത്താവിന്റെ സാക്ഷ്യമായിട്ട് ജീവിച്ചോളാം എന്ന് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയൊരു വിടുതൽ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. മീൻസ് ഈ ശുശ്രൂഷ പല മേഖലകളിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയൊരു കൃപ നിങ്ങളിലേക്ക് ലഭിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷ കാണുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലും ഭവനാന്തരീക്ഷത്തിലും എല്ലാ മേഖലകളിലും അമ്മയുടെ വലിയൊരു സന്തോഷം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ വലിയൊരു കൃപ ഈ മക്കളിലേക്ക് നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ സഭയിൽ
പിതാക്കന്മാർക്കും അതുപോലെ എല്ലാ ശുശ്രൂഷകന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചിട്ടും ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാവർക്കും ദൈവത്തിന്റെ കൃപ ലഭിക്കാൻ വേണ്ടി, ദൈവകരുണ ലഭിക്കാൻ വേണ്ടിയിട്ടും ദൈവസ്നേഹം അറിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഒന്നുകൂടി നമുക്ക് നമ്മുടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്നിരുന്ന് അതോടുകൂടി ചേർന്നിരുന്ന് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അഭിഷേകത്തിന്റെ വലിയൊരു വാതിൽ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പരിശുദ്ധാത്മേ, ഈ പ്രാർത്ഥന, ഈ ശുശ്രൂഷ എല്ലാം അമ്മയുടെ കൃപാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ വഴി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും പ്രിയപുത്രനായ ഈശോ മിശിഹായോടും കർത്താവെ അങ്ങയോട് നന്ദി പറയുന്നു.